സജ്ജനങ്ങളെ, നമ്മള് പറയിവറ്റ പന്തിരുകുലത്തിന്റെ കഥകളാണല്ലോ 2 ദിവസമായിട്ട് പ്രതിപാദിക്കുന്ന വിഷയം. ഇന്നിപ്പം പറഞ്ഞില്ലേ, എല്ലാവരും ചതുർബാഹുക്കളായിട്ട് ശംഖചക്ര കഥാപത്മത്തോടു കൂടി കണ്ടു എന്ന് പറഞ്ഞിട്ട് അഗ്നിഹോത്രിയുടെ പത്നിയും ബാക്കിയുള്ളവരൊക്കെ അവരുടെ സംശയം തീർന്നു എന്ന് പറഞ്ഞില്ലേ. അവിടെയാണ് ഇന്നലെ വെച്ചത്. ഇതിപ്പം അദ്ദേഹത്തിന്റെ ഭവനം പൊന്നാനി താലൂക്കില് മേഴത്തൂർ അംശത്തിലാണത്രേ അഗ്നിഹോത്രിയുടെ ഭവനം. വള്ളുവനാട് താലൂക്കിൽ ഒറ്റപ്പാലത്തിന് സമീപമുള്ള കടമ്പൂര് മനയ്ക്കൽ നമ്പൂതിരിമാറി അഗ്നിഹോത്രിയുടെ പുലക്കാരും അത്രേ. അഗ്നിഹോത്രികളുടെ ഭാര്യ അന്തർജനം ഒരിക്കൽ അടുക്കലുള്ള പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു താലം കൂടി ഒഴുകിപ്പോയിരുന്നു. ആ താലം കൂടി കൊണ്ടുപോയിരുന്നു ഒരു പാത്രം, തളിക, നമ്മുടെ ഭാഷയിൽ തളിക. ആ താലം തേച്ചു മുക്കി വെള്ളത്തിൽ ഇട്ടിട്ട് ഒഴുകിപ്പോകാതിരിക്കാൻ അതിൽ കുറെ മണലും വാരിയിട്ടു. കുളിച്ചു കയറി പോകാൻ നേരത്തെ താലമെടുത്തപ്പോൾ അത് അവിടെ ഉറച്ചുപോയിത്രേ. അങ്ങനെ ഉണ്ടായതാണ് തൃത്താലത്തപ്പൻ എന്ന ലോകപ്രസിദ്ധനായ ദേവൻ. തൃത്താലപ്പന്റെ വിഗ്രഹം ഇന്നും മണൽ കൂട്ടിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ശില പോലെ ഉറപ്പുണ്ട് താനും. അദ്ദേഹത്തിന്റെ പത്നി നാരായണ ഭ്രാന്തന്റെ ദിവ്യത്വങ്ങൾ പറഞ്ഞാൽ വളരെ 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 ഉണ്ട്. അദ്ദേഹത്തിന്റെ പതിവായിട്ടുള്ള പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ കല്ല് ഉരുട്ടി 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 രാവിലെ തുടങ്ങും. കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റി അവിടുന്ന് ഇളക്കിയിട്ട് കൈകൊട്ടിച്ചിരിക്കൂത്ര അദ്ദേഹം. മലയുടെ മുകളിൽ കൊണ്ടു ചെല്ലുകയും മുകളിലാകുമ്പോൾ കൈവിടുകയും കല്ല് സ്വയമേവ കീഴ്പോട്ട് ഉരുണ്ടു പോകുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ഇത്രയും കനത്തൊരു കല്ലുകൾ ഉരുട്ടിക്കൊണ്ടദ്രിമതൻ മുകൾപ്പാട്ടിലേറ്റുവാൻ പാരം ദണ്ഡം ആയതു കീഴ്പോട്ടേക്കു ചാടിപ്പാൻ എളുപ്പമായാസം ചുറ്റും വേണ്ട താഴത്തു വന്നേ നിൽക്കൂ എന്നുള്ള സാരോപദേശത്തെ ദൃഷ്ടാന്തപ്പെടുത്തിയാണ് മനുഷ്യസ്ഥിതി ഇതിനോട് സദൃശമാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണോ ആവോ എന്ന് തോന്നും ഇദ്ദേഹത്തിന്റെ പരിപാടി കണ്ടാല്. ഇദ്ദേഹത്തിന്റെ ഉപജീവനം ഭിക്ഷയെടുത്ത് തന്നെ ആയിരുന്നു. കയ്യിലൊരു ചെമ്പ് പാത്രമുണ്ട്. ഭിക്ഷയാചിച്ച് അന്നന്ന് കിട്ടുന്ന അരി മുഴുവനും വൈകുന്നേരമാകുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ വെച്ച് സ്വയം പാകം ചെയ്ത് ഭക്ഷിക്കും. സ്വയം പാക ഭക്ഷണമല്ലാതെ പതിവില്ല. വേറെ ആൾ കൊടുത്തത് കഴിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനില്ല. അതിനാണ് ഈ ചെമ്പ് പാത്രം കൊണ്ട് നടക്കുന്നത്. അതിൽ തന്നെ ഇട്ട് വെള്ളമൊഴിച്ച് തിന്നും. അത് ഒരു നേരമേ ഉള്ളൂ താനും, കുറെ പ്രാവശ്യം തിന്നൂല. അത് ഇങ്ങനെ ഭിക്ഷ യാചിച്ച് വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും എത്തിയെടുത്തിരുന്നിട്ട് കഴിക്കും. ഊണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. നേരം വെളുത്താൽ പുറപ്പെടുകയും ചെയ്യും. ഉച്ചവരെ കല്ല് മലയിൽ ഉരുട്ടി ഗംഭീരപ്പെട്ടൊരു പണിയാണത്. പിന്നെ ഭിക്ഷ യാചിക്കയും. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദിനചര്യ. ഒറ്റ ലേശം ആ ദിനചര്യ അദ്ദേഹം തെറ്റിക്കാറില്ല അത്രേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ അദ്ദേഹം ഒരു ശ്മശാനത്തിലാണ് എത്തിപ്പെട്ടത്. അത് ഒരു ശവദാഹം കഴിഞ്ഞ് ജനങ്ങളെല്ലാം പോയ ഉടനെ ആയിരുന്നതിനാൽ അവിടെ ധാരാളം തീയും മുറിക്കൊള്ളിയും ഒക്കെ ഉണ്ടായിരുന്നു അത്രേ. ഇത് കണ്ട് സന്തോഷായി. നാരായണ ഭ്രാന്തൻ സ്വയം പാകത്തിന് ഇവിടെ തന്നെ തരമെന്ന് നിശ്ചയിച്ചു. 3 കല്ലെടുത്ത് ആ പട്ടടയുടെ ഒരറ്റത്ത് തന്നെ അടുപ്പ് കൂട്ടി അടുക്കലുള്ള നദിയിൽ നിന്ന് വെള്ളവും കൊണ്ടുവന്ന് അരിയും വെള്ളവും ഒരുമിച്ച് തന്നെ ആ ചെമ്പുപാത്രത്തിൽ അടുപ്പത്ത് വെക്കും. കുറേ തീക്കനൽ നീക്കി കൂട്ടി മുറിക്കൊള്ളികളും പെറുക്കി അടുപ്പ് നല്ലോണം തീ കത്തുമല്ലോ. ഇടത് കാലിന്മേൽ കുറച്ച് മന്തുള്ളതിനാൽ ആ കാല് വലിച്ച് അടുപ്പ് കല്ലിന്മേൽ വെച്ച് തീയും കാഞ്ഞ് മൂളിപ്പാട്ടും പാടി കുറേശ്ശെ ഉറക്കവും തൂക്കി ആടി അങ്ങനെ അവിടെ ഇരുന്നു അദ്ദേഹം. മഞ്ഞുകാലമായതിനാൽ തീക്കായ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന നേരം ഒരു യാമം കഴിഞ്ഞ സമയത്ത് ഭൂതപ്രേത പിശാചുക്കളോടുകൂടി ആർത്ത് തിമർത്ത് ചുടലഭദ്രകാളിയുടെ വരവായി. ഭദ്രകാളി അർദ്ധരാത്രിക്കൽ ഇവരൊക്കെ സഞ്ചരിക്കുക. അങ്ങനെ വരുന്നു. അവരുടെ അട്ടഹാസങ്ങളും അലർച്ചകളും ഒക്കെ കേട്ടിട്ട് നാരായണ ഭ്രാന്തന് ഇതെല്ലാം എത്ര കേട്ടത് എന്നുള്ള ഭാവമാണ് അദ്ദേഹത്തിന്. അവരെല്ലാവരും അടുത്ത് വന്നപ്പോൾ പണ്ടെങ്ങുമില്ലാത്ത വിധം അവിടെ ഒരു മനുഷ്യനിരിക്കുന്നത് കണ്ടോ. ആരിപ്പോ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ചുടലക്കാട്ടിലൊരു മനുഷ്യൻ നിൽക്കുന്നത്. ഇതാരാണാവോ എന്ന് വിചാരിച്ചു. വേഗത്തിൽ എണീറ്റ് പോണം എന്ന് പറഞ്ഞു. നാരായണ, നിങ്ങൾക്ക് കണ്ണില്ലേ ഇവിടെ ഇരിക്കുന്നത് ആരാണെന്ന് കണ്ടുകൂടെ? ഞാനൊരു മനുഷ്യനാണ്, ഇപ്പോൾ പോകാൻ ഭാവവുമില്ല എന്ന് ഉത്തരവും പറഞ്ഞു. പേടിയുണ്ടെങ്കിലല്ലേ? തലേശ് ഇദ്ദേഹത്തിന് ഒരാളെയും പേടിയില്ല.
അതില്ലേ, എന്നാൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കുന്നു പറഞ്ഞു. ഓ, നിങ്ങൾ പേടിപ്പിച്ച ഞാൻ പേടിച്ചില്ലെങ്കിലോ എന്ന് പ്രത്യുത്തരം പറഞ്ഞു. ഭദ്രകാളി അപ്പൊ പറയുന്നു, ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, എന്നാലറിയാമല്ലോ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നായി ഇദ്ദേഹം ഇത് കേട്ട സമയത്ത് ദേവിക്ക് ഭദ്രകാളിക്ക് കോപം സഹിക്ക വയ്യാതായിട്ട് എല്ലാവരും കൂടി തീക്കട്ട പോലെ ഇരിക്കുന്ന കണ്ണുകൾ തുറിച്ചും ഇഴിച്ചും രക്തവർണ്ണങ്ങളായി ആയുധങ്ങളായിരിക്കുന്ന നാവുകളെ വളച്ച് കടിച്ചും ചന്ദ്രക്കല പോലെ വളഞ്ഞ വലിയ ദംഷ്ട്രങ്ങളെയും പല്ലുകളെയും പുറത്തേക്ക് തള്ളിച്ചും വലിയ അട്ടഹാസത്തോടു കൂടിയും നാറാണത്ത് ഭ്രാന്തനെ പേടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ നേരെ പാഞ്ഞു ചെന്നു. കുറേ ആൾക്കാരുണ്ടല്ലോ, ചുടലഭദ്രകാളി കൂട്ടുകാരും. അദ്ദേഹം ഇത് കണ്ടില്ല, യാതൊരു കൂസലും കൂടാതെ ചിരിച്ചും കൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഞാനിതത്ര കണ്ടിരുന്നുള്ള ഭാവം അദ്ദേഹത്തിന്. ലേശം പേടിച്ചില്ല കേട്ടോ. അപ്പോൾ ചുടലഭദ്രകാളിയും ഭൂതങ്ങളും എല്ലാം ലജ്ജ സഹിക്ക വയ്യാതെ മുഖം താഴ്ത്തിക്കൊണ്ട് നിന്നു. പേടിച്ചു, അവർക്ക് നാണക്കടായി പോയി. എന്താ, പേടിപ്പിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അല്ലയോ മഹാനുഭാവ, അങ്ങൊരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ്. ഞങ്ങളോട് ക്ഷമിക്കണേ. അങ്ങൊരു സാമാന്യനല്ലെന്ന് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. അതിനാൽ ഇതാ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അവിടുന്ന് കൃപയുണ്ടായി ഇവിടെ നിന്ന് മാറിത്തരണേ. ഞങ്ങൾ ഈ ചുടലയിൽ നൃത്തം ചെയ്യാനായി വന്നിരിക്കുകയാണ് എന്ന് താണകേണ് പറഞ്ഞു. അപ്പൊ ഭ്രാന്തൻ, നിങ്ങൾ അവിടെ ഒരൊറ്റ നൃത്തം വെച്ചോളിൻ, അത് ഞാൻ പോകണമെന്നുണ്ടോ? ഭദ്രകാളി, മനുഷ്യർ കാണുകയും ഞങ്ങൾക്ക് നൃത്തം ചെയ്യുക വിഹിതമല്ല, അതിനാലാണ് ഇങ്ങനെ അപേക്ഷിക്കുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, നൃത്തം നാളെ ചെയ്താൽ മതി. എത്ര അപേക്ഷിച്ചാൽ ഇന്ന് ഞാൻ ഇവിടെ നിന്നും പോവുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പോവാനല്ല വന്നിനി, ഞാൻ നാളെ കാലത്തേ ഇവിടുന്ന് പോവുള്ളൂ. അപ്പൊ പറഞ്ഞു, നൃത്തം നാളെ ആയാൽ പോരാ, എന്നാണ് പതിവ് എന്നവര് പറഞ്ഞു. അതൊരു പ്രത്യേക ദിവസമൊക്കെ ഉണ്ടാവും അവർക്ക്. എന്നാൽ പതിവ് പോലെ ആകട്ടെ, ഞാൻ പോയിട്ടുണ്ടാവുകയില്ല. എനിക്കും ചില പതിവുകളുണ്ട്. തീയും വെള്ളവും കിട്ടുന്നതിൽ അരി വെക്കുക, അരി വെക്കുന്നതിൽ ഉണ്ണുക, ഉണ്ണുന്നതിൽ കിടക്കുക, ഇങ്ങനെയാണ് നമ്മുടെ പതിവ്. അതും വ്യത്യാസപ്പെടുത്താൻ പറ്റൂല. നിങ്ങൾക്ക് പറ്റൂല, നിനക്കും പറ്റൂല. ഒരു വിധത്തിലും ഇദ്ദേഹം ഒഴിഞ്ഞു പോവുകയില്ലെന്ന് തീർച്ചയായപ്പോൾ ഭദ്രകാളി, അല്ലയോ മഹാനുഭാവ, അവിടുന്ന് ഒരു വിധത്തിലും സമ്മതിക്കായാൽ ഞങ്ങൾ തന്നെ ഒഴിഞ്ഞു പോയി കളയാമെന്ന് നിശ്ചയിച്ചു. എന്നാൽ മനുഷ്യരെ നേരിട്ട് കണ്ടുമുട്ടിയാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ പോകാനും പാടില്ല. ദിവ്യനായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ശപിക്കണമെന്ന് വിചാരിക്കുന്നില്ല, അനുഗ്രഹിക്കണമെന്നാണ് ഞങ്ങളുടെ വിചാരം. അതിനാൽ ഒരു കാര്യം ചെയ്യണം. അങ്ങേക്ക് എന്താണ് ആഗ്രഹം, അത് പറഞ്ഞാലെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം ഒന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളി. എനിക്ക് ചോറ് കാലമായിരിക്കുന്നു, ഞാൻ ഉണ്ണട്ടെ. ഇതാണ് ഇദ്ദേഹത്തിന്റെ മറുപടി. അയ്യോ, അവിടുന്ന് അങ്ങനെ പറയരുത്. ദയുണ്ടായി എന്തെങ്കിലും ഒരു വരം ഞങ്ങളോട് വാങ്ങണേ, അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഓ, നാശം, ഉപദ്രവമായിട്ട് തീർന്നല്ലപ്പ ഇത്. ആട്ടെ, എന്നാൽ വല്ലതും ഒരു വരം വാങ്ങിച്ചേക്കാം. ഞാനൊന്ന് എന്ന് മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു വരം. ഞാൻ എപ്പോഴാ മരിക്കാന്ന് പറഞ്ഞ തർക്കമിടില്ലാന്ന് പറഞ്ഞു. അയ്യോ, ഓഹോ, നീ 36 സംവത്സരവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ മരിക്കും. എന്നാൽ അതുകൂടാതെ ഒരു ദിവസം കൂടി എനിക്ക് ജീവിച്ചിരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം പരിഹസിക്കാൻ നിന്നു. അത് ഞങ്ങൾ വിചാരിച്ച കഴിയുകയില്ല മഹാനുഭാവ. ഒരു ദിവസം എന്നല്ല, ഒരു മാത്ര സമയം കൂടി ആയുസ് തരാൻ ഞങ്ങൾക്ക് ശക്തിയില്ലല്ലോ എന്ന് പറഞ്ഞു ഈ ഭദ്രകാളി. എന്നാൽ അത് വേണ്ട, നിങ്ങൾ പറഞ്ഞതിന്റെ തലേ ദിവസം ഞാൻ മരിച്ചോട്ടെ, അങ്ങനെ അനുഗ്രഹിക്കൂ. അതും പറ്റൂല. എന്നാലും നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് എന്തിനാണ്? നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതാണ് ആദ്യമേ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഭദ്രകാളി പറഞ്ഞു, അവിടുന്ന് കൃപയുണ്ടായി ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുന്നതായ ഒരു വരത്തെ വരിക്കണേ എന്നത്. എന്നാലാവട്ടെ, ഈ ശനികൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമല്ലോ. എൻ്റെ ഈ ഇടത് കാലിന്മേലുള്ള മന്ത്രണ്ട്, അത് വലത് കാലിന്മേലാക്കാൻ അനുഗ്രഹിച്ചിട്ട് പോയിക്കൊള്ളുവിൻ. ഇത് നിങ്ങൾ വിചാരിച്ചാൽ കഴിയും. ഇതാണ് ഇപ്പം ഒരു വരായിട്ട് ചോദിച്ചത്. ഈ എനിക്ക് ഈ മന്ദകാല് ഇല്ല, മന്ത് ശേഷം ഇല്ലാണ്ടാക്കെന്ന് പറഞ്ഞോ? ഇല്ല, ഇത് വലത്തെ കാലിനാക്കിയാൽ മതി. ഇത് കേട്ട് ചുടലഭദ്രകാളിയും മറ്റ് സന്തോഷിച്ച് അപ്രകാരം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞുപോയി. അനുഗ്രഹപ്രകാരം ഒരു മന്ത് വലതേ കാലിന്മേലാവുകയും ചെയ്തു. നാരായണ ഭ്രാന്തൻ ഊണം കഴിഞ്ഞ് അവിടെ തന്നെ കിടന്നിറങ്ങി.
അരുണോദയമായപ്പോൾ എണീറ്റ് കല്ല് പിടിക്കാൻ പണിയില്ല, രാവിലെ എണീച്ചിട്ട് പണിക്ക് പോകണം, നല്ല കൂലി കിട്ടുള്ളൂ. ഈ കഥയിൽ നിന്ന് ഈശ്വരകൽപ്പിതത്തെ നീക്കാൻ ആര് വിചാരിച്ചാലും കഴിയുന്നതല്ലെന്ന് സ്പഷ്ടമാകുന്നു. ഒരു ഉപദേശ കഥയാണത്. ഒരിക്കല് നാരായണ ഭ്രാന്തൻ എന്ത് ചെയ്തു, നീചജാതിക്കാരന്റെ ചാത്തമുണ്ണാൻ പോകുന്നതറിഞ്ഞ് മറ്റൊരാൾ കൂടെ ഒരുമിച്ച് ചെന്നു. താണജാതിക്കാരൻ്റെ ഒരുത്തന്റെ ശ്രാദ്ധത്തിന് പോന്നു. രണ്ടുപേരും മൂക്കുമുട്ട ഊണ് കഴിച്ചു. ഉടനെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിക്ക് നാരായണ ഭ്രാന്തൻ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കും ദാഹം സഹിക്ക വയ്യാതായിരിക്കുന്നുല്ലോ എന്ന് മറ്റേയാളും പറഞ്ഞു. അപ്പോൾ നാരായണ ഭ്രാന്തൻ ആട്ടെ നിവൃത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പിന്നെയും രണ്ടുപേരും കൂടി കുറച്ചിരുന്നപ്പോൾ ഒരു മൂശാരിയുടെ ആലയില് വലിയൊരു വാർപ്പ് വാർക്കാനായി ഓട് ചൂളയിൽ വെച്ച് ഒരുക്കുന്നത് കണ്ടു. നാരായണ ഭ്രാന്തൻ എന്ത് ചെയ്തു എന്നറിയാ, അവിടെ കയറി ഉരുകിത്തിളച്ച് മറിയുന്ന ഓട് കുറെ കൈ കൊണ്ട് കോരി 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 കുടിച്ചു. മറ്റേയാളോടും കുടിക്കാൻ പറഞ്ഞു. അയ്യോ പൊള്ളിച്ചെത്തൂലേ, എനിക്ക് പ്രയാസമുണ്ട് എന്ന് മറ്റേയാൾ പറഞ്ഞപ്പോൾ, എന്നാൾക്ക് എനിക്ക് ഭ്രഷ്ടുണ്ട്, ഞാൻ ഉണ്ണുന്നിടത്തൊക്കെ ഉണ്ടാൽ ഞാൻ കുടിക്കുന്നതൊക്കെ കുടിക്കയും വേണം എന്ന് പറഞ്ഞു. നാരായണ ഭ്രാന്തൻ പോവുകയും ചെയ്തു. ഞാൻ ഉണ്ണുന്നിടത്തുണ്ടാ പിന്നെ ഞാൻ കുടിക്കുകയും വേണ്ടേ, അത് പറ്റില്ലെങ്കിൽ ഏറ്റവും ഒരുത്തൻ പ്രവർത്തിച്ചതിനെന്തു മൂലമെന്നുള്ള വിചാരവും കൂടാതെ മറ്റവൻ കൂടെ പ്രവർത്തിക്കിലിങ്ങനെ കുറ്റം ഭവിക്കുമെന്നോർത്തുകൊണ്ടിടുവിൻ എന്നുള്ള സാരോപദേശമാണ് ഈ കഥക്ക് ദൃഷ്ടാന്തം. നാരായണ ഭ്രാന്തൻ ചിലപ്പോൾ കട്ടുറുമ്പുകൾ കൂട്ടം കൂടി വരിവരിയായി പോകുമ്പോൾ അവയെല്ലാം എണ്ണിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പതിവുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ഒരു ദിവസം നാരായണ ഭ്രാന്തൻ ഉറുമ്പുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അടുക്കി ചെന്ന് എത്രയായി എന്ന് ചോദിച്ചു. ഉടനെ നാരായണ ഭ്രാന്തൻ 10,000 പോയി, 10,000 ഉണ്ട്, അതുകൂടെ പോകണം, അത് സുഖമായി എന്ന് മറുപടി പറഞ്ഞു. ഈ ചെന്ന് ചോദിച്ചവർക്ക് വളരെ കാലമായി വയറ്റിലൊരു വേദന ഉണ്ടായിരുന്നു. അതിന് ചികിത്സക്കും മറ്റുമായി 10,000 രൂപ ചെലവായിട്ടുണ്ടായിരുന്നതാണ് ഇദ്ദേഹം പറഞ്ഞത്. പിന്നെ അയാൾ 10,000 രൂപ കെട്ടി വെച്ചിട്ടുമുണ്ടായിരുന്നു. നാരായണ ഭ്രാന്തൻ പറഞ്ഞതിന്റെ സാരം, ആ 10,000 കൂടി ചെലവായാൽ ഇയാൾക്ക് വയറ്റിൽ വേദന ഭേദമായി സുഖമാകുമെന്നായിരുന്നു. ആ സാരമുണ്ടോ ഇദ്ദേഹത്തിന്? ആ സാരം ഇദ്ദേഹം മനസ്സിൽ കുറച്ചു പേരുള്ള ആളായിരിക്കുമല്ലോ. ശേഷമുണ്ടായിരുന്ന 10,000 കൂടി ചികിത്സക്കും സൽക്കർമ്മങ്ങൾക്കുമായി ചെലവാക്കുകയും വയറ്റിലെ വേദന ഭേദമാവുകയും ചെയ്തു. ഇങ്ങനെ ഒരു കഥ. ഇനിയിപ്പം വേറൊരു കഥ, അകവൂർച്ചാത്തന്റെ കഥയാണ് ഇനി പറയാനുള്ളത്. അത് നാളെ പറയാം. നമുക്ക് നാരായണ ഭ്രാന്തന്റെ കഥ ഭഗവത്പാദങ്ങളിൽ വെച്ച് നമസ്കരിച്ച് നമുക്ക് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.